ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക് വിത്ത് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ എന്നെ ചീത്തവിളി ആയിക്കോട്ടെ, നല്ലതായിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് കുറച്ച് ലൈക്കൊക്കെ തരാനും, ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാനും ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ട്രേഡിംഗ് വീഡിയോകളൊക്കെ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമാണ് എനിക്ക് ട്രേഡ് ചെയ്യണം, പക്ഷേ എൻ്റെ എന്തില്ല, പൈസ ഇല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് റിസ്ക് ആൻഡ് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ പൈസയാണ് സൂക്ഷിച്ചും കണ്ടും ചിലവാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യം എല്ലാ എഡ്യൂക്കേഷണൽ പർപ്പസിനാണെന്ന് ഞാൻ ഡിസ്ക്ലൈമർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് മെയിൻ തീം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും $1000 ഉള്ള ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ആരാണ് തരുന്നത്? ഓരോ ബ്രോക്കേഴ്സ് ആണ് തരുന്നത്, ഈ ഒരു ഫ്രിം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊന്നും അറിയണ്ട, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ അറിഞ്ഞു വെക്കുക. എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് സാധാരണ ഒരാൾക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുക. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒരു ബ്രോക്കർ ഞാൻ എന്ത് തരികയാണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് തരികയാണ്. അതിൽ കുറച്ച് ഫണ്ടൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഫണ്ട് എന്നല്ലെങ്കിൽ ഡോളേഴ്സ് ഒക്കെ ഉള്ള ഒരു അക്കൗണ്ട് തരുന്നു. നമ്മൾ അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ടൊക്കെ പൈസ കൊടുത്തിട്ടാണ് വാങ്ങുക. അതിൽ ഓരോരോ ചലഞ്ച് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ചലഞ്ചൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, ഈ ഒരു പ്രോഫിറ്റിൽ നിങ്ങൾ എത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു പ്രോഫിറ്റിൻ്റെ ശതമാനം വിഡ്രോ ചെയ്യാം. നിങ്ങളൊരു നല്ല ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമൊക്കെ നമുക്ക് എന്താണ്, പൈസ കൊടുത്തിട്ടും വാങ്ങാം, ഇല്ലെങ്കിൽ പൈസ ഇല്ലാതും കിട്ടുന്നുണ്ട്. പക്ഷെ ഒരുപാട് റിസ്ക് ഫാക്ടർ ചലഞ്ച് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ സീറോ ഡെപ്പോസിറ്റ്, നിങ്ങൾക്ക് പൈസയെ കൊടുക്കാതെ $1000 ഉള്ള ഒരു ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് തരിക. ഇതിൽ നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡ് ചെയ്യാം, അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം ക്രിപ്റ്റോ കറൻസികൾ ഇപ്പോൾ ലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ കറൻസികളെല്ലാം മേജറായിട്ടുള്ള ബിറ്റ്കോയിനും ETH അങ്ങനെയുള്ള കറൻസികളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സൈറ്റിലേക്ക് പോവാം. അപ്പം ഞാൻ അവൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ WePropTrader എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ വന്ന ഉടനെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് എന്താണ്, നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യണം. ഈ ഒരു ലോഗിൻ ചെയ്യുമ്പോൾ എൻ്റെ റെഫർ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ലോഗിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ബോണസ് നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ എന്നെ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ചെയ്യേണ്ട. എന്നെക്കൊണ്ട് എനിക്ക് കുറേ ഉണ്ടാക്കി തരണം അങ്ങനെയുള്ള കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ റെഫർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. നിങ്ങളുടെ ഇമെയിൽ ID വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ കൊടുത്ത് ലോഗിൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഇവിടെ KYC കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ഇന്നാണ് KYCക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് പെട്ടെന്ന് തന്നെ വെരിഫൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. അതേപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഫിഷിംഗ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് വാണിംഗ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കാരണം നിങ്ങളൊരു പുതിയ ബ്രൗസറും പുതിയൊരു മെയിൽ ID ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. മേ ബി നമ്മുടെ വാലറ്റിൽ വരുന്ന ഫണ്ടുകളൊക്കെ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ഒരു വെബ്സൈറ്റ് വഴി അടിച്ചിട്ട് പോകാനുള്ള സാധ്യതകളും ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ ഉണ്ട്. അതൊക്കെയാണ് മേജർ ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ട്രേഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണ്, ഇത് ഡിസ്കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. അപ്പോൾ എൻ്റെ KYC ഒക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ സ്റ്റാർട്ട് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ചലഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് അക്കൗണ്ട് ടൈപ്പൊക്കെ നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അക്കൗണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് $1000 അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് 1 VBS ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഞാൻ ആൾറെഡി അപ്ലൈ ചെയ്ത് കാരണമാണ് ഇവിടെ 2000 USDT നമുക്കിവിടെ കിടക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത ചലഞ്ചിലേക്ക് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ പേയബിൾ ആയിരിക്കും കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ $1000 ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു $1000 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എന്നിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറയാം. അപ്പോൾ കയറിയ ഉടനെ തന്നെ സ്റ്റാർട്ട് ചലഞ്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ $1000 ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്യുക, KYC കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ആൻഡ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ബാലൻസ് $1000 കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ചലഞ്ച് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റ് എത്രയാണ്. അപ്പോൾ ഓരോ അക്കൗണ്ട് കിട്ടുമ്പോൾ നമുക്ക്
നമുക്ക് ഓരോ ചലഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ പറയുന്ന ചലഞ്ചസ് ആണ് ഈ ഒരു കാര്യം. അപ്പോൾ പ്രോഫിറ്റ് ടാർഗറ്റ് ഇവിടെ $100 ആണ് എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 4 ദിവസമാണ്. അപ്പോൾ 4 ദിവസത്തിനുള്ളിലൊക്കെ ഇല്ലെങ്കിൽ 4 പ്രാവശ്യമൊക്കെ ട്രേഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ അക്കൗണ്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ മാക്സിമം ഡെയിലി ലോസ് എന്ന് പറയുന്നത് $50 ആണ്. അതേപോലെ തന്നെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് ലോസ് ആവാൻ പോകുന്നത് $100 ആണ്. അപ്പോൾ ഈ ഒരു കണക്കിൽ ഇതൊക്കെ തന്നെ നമുക്കിത് എന്തായി ഒരു അവസാനിച്ചു ഇല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചലഞ്ച് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് പ്രോഫിറ്റ് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. മിനിമം 4 ട്രേഡിങ്സ് എ ഡേ അത് നമ്മൾ എന്ത് ചെയ്യണം, പാസ്സാവണം. അതേപോലെ തന്നെ മാക്സിമം ഡെയിലി യൂസ് എന്ന് പറയുന്നത് $50 ആണെന്ന് മാത്രം അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. $50 ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, അത്രത്തോളം വെച്ചൊന്നും ട്രേഡ് ചെയ്യരുത്. അതേപോലെ തന്നെ ലിവറേജും ഇവിടെ വലിയ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ട്രേഡിംഗ് അറിയുന്നവർ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക. അതേപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റ് അവരോട് പറഞ്ഞിട്ടുണ്ട് $100 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വളരെയധികം ഒരു പ്രോഫിറ്റ് ഇവിടെ നിന്ന് കിട്ടിയാൽ വിഡ്രോ ചെയ്യാൻ പറ്റും. ആ ഒരു വിഡ്രോ ചെയ്യുന്നതിലും നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു പേഴ്സൻറ്റേജ് ഒക്കെ നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫണ്ടൊക്കെ നിങ്ങൾ ഡെപ്പോസിറ്റ് ഫണ്ടും വിഡ്രോ ഫണ്ടും ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടിയ ഫണ്ടുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണുക. അപ്പോൾ ഇതെങ്ങനെയാണ് ട്രേഡ് ചെയ്യുക ഇല്ലെങ്കിൽ എവിടെയാണ് ലോഗിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണ് അടുത്ത് നോക്കാം. ഞാനിവിടെ അക്കൗണ്ട് ഓവർവ്യൂവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണാൻ പറ്റും. അതിൽ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണും ഇത് എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിലാണ് ഇവർ ലോഗിൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നിട്ടുള്ളത്. അതിലെ ഐഡിയും അതേപോലെ തന്നെ മാസ്റ്റർ പാസ്വേഡും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിൽ തന്നെ ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, ഇല്ലെങ്കിൽ ഐഫോണിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഇല്ലെങ്കിൽ മാക്ക് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെബിൽ തന്നെയാണ്. വെബ് പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ട്രേഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പ്രോപ്പ് ട്രേഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോർട്ടെക്സ് 7 എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫോറക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണുന്നുണ്ട്. മെറ്റൽസ് കാണുന്നുണ്ട്, CFD കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ക്രിപ്റ്റോവും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാലൻസ് നമുക്കിവിടെ അവൈലബിൾ മാർജിൻ എന്ന് പറഞ്ഞാൽ $1,000 അങ്ങനെയുള്ള ഇക്വിഡിറ്റി $1,000 അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. ഇപ്പോൾ ബിറ്റ്കോയിനിലൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ബിറ്റ്കോയിനിലൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ട്രേഡിംഗ് അറിയുന്നവർ മാത്രം എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ട്രേഡിംഗ് അറിയുന്നവർ മാത്രം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പ്രോഫിറ്റ് ഒക്കെ കിട്ടും. അപ്പോൾ സെൽ ആൻഡ് ബൈ ഓപ്ഷനൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് ചെയ്ത് കാണിക്കുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ മേ ബി എനിക്ക് പ്രോബ്ലം ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് അറിയുന്നവർ മാത്രം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ പുതിയതായിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ $50 ഉള്ള $30 $100 ഒരുപാട് വെബ്സൈറ്റുകൾ നമ്മുടെ ഈ ഒരു രീതിയിലൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സീറോ ഫണ്ടിങ് വെച്ച് ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കയറുക, KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ ഒരുപാട് നഷ്ടമാവാതിരിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.